തൃശൂർ നെടുപുഴയിൽ കോൾപ്പാടത്ത് മിനി ബോട്ട് മുങ്ങി 2 പേരെ കാണാതായി. 3 പേർ നീന്തിക്കയറി പാടത്തെ വളർത്തുമീനിന് തീറ്റ കൊടുക്കാൻ 5 പേർ ചേർന്ന് ബോട്ടിൽ കോൾപ്പാടത്തേക്ക് പോയതായിരുന്നു. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം? മുങ്ങിയ 2 പേരെ കണ്ടെത്തിയിട്ടുണ്ടോ? വിശദാംശങ്ങൾ എങ്ങനെയാണ്? അതിനിമ വൈകിട്ട് 8 മണിയോടെയാണ് ഇത്തരത്തിൽ സംഭവം. തൃശൂർ നെടുപുഴ മല്ലിത്തറ കടവിൽ നിന്നാണ് ഇത്തരത്തിൽ 5 പേർ ചേർന്ന് മിനി ബോട്ടിൽ കോൾപ്പാടത്തിന് നടുവിലെ വളർത്തുമീനിന് തീറ്റ കൊടുക്കാനായി പോയത്. ബോട്ട് നടു പാടത്തെത്തിയപ്പോൾ മുങ്ങുകയായിരുന്നു. 3 പേർ ഇതിലുണ്ടായിരുന്നവർ ആ പ്രദേശവാസികൾ തന്നെയാണ്. അവർ നീന്തി കരക്കെത്തി, അവർ രക്ഷപ്പെട്ടു. പക്ഷെ 2 പേരെ കാണാനില്ലെന്നാണ് ഈ നീന്തി കയറിയവർ പറയുന്നത്. നീന്തി കയറിയവർ പറയുന്ന വിവരം അനുസരിച്ചാണ് 5 പേർ ചേർന്നാണ് പോയതെന്നുള്ളൊരു വിവരം പുറത്തുള്ളവർക്ക് അറിയുന്നത്. അത്തരത്തിൽ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. ഫയർഫോഴ്സ് എത്തിയപ്പോൾ കാണാതായ 2 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. ശക്തമായ മഴയാണ് ഈ തൃശ്ശൂരിലൊക്കെ. മൊത്തത്തിൽ കേരളത്തിൽ മഴയുണ്ട്, തൃശ്ശൂരിലും ഏറെ നേരമായി ശക്തമായ മഴയാണ് പെയ്യുന്നത്. ഈ മഴയൊക്കെ കാരണമാകാം ബോട്ട് മുങ്ങിയതെന്നുള്ളൊരു എന്നാണ് നിഗമനം. എന്തായാലും ഈ കാണാതായ 2 പേർക്കായി ഫയർഫോഴ്സ് സ്കൂബ സംഘം ഇപ്പോൾ രാത്രി വൈകിയും പരിശോധന നടത്തുകയാണ്. ഈ കാണാതായ 2 പേർ എവിടെ നിന്നുള്ളവരാണെന്നുള്ളൊരു വിവരം കൃത്യമായി നീന്തി കയറി രക്ഷപ്പെട്ട 3 പേർക്ക് വ്യക്തമല്ല. കാരണം ഈ മീൻ വളർത്തൽ കരാറെടുത്ത ആ കരാറുകാരൻ പുറമെ നിന്നും കൊണ്ടുവന്നതാണ് ഈ 2 പേർ. അവരെയാണ് കാണാതായിട്ടുള്ളത്. രക്ഷപ്പെട്ട 3 പേർ നെടുപുഴ ആ പ്രദേശത്തുള്ളവർ തന്നെയാണ്. എന്തായാലും ഫയർഫോഴ്സും നെടുപുഴ പോലീസും സ്ഥലത്തുണ്ട്, ആളുകളുണ്ട്. എന്തായാലും ഈ കാണാതായവരെ കണ്ടെത്താനുള്ള ഒരു പരിശോധന ഫയർഫോഴ്സ് ഊർജിതമായി ഇപ്പോഴും നടത്തുകയാണ്. അരുണിമ, ശരി, വ്യക്തമാണ്. എന്തായാലും മീനിന് തീറ്റ കൊടുക്കാൻ പോയതാണ് ഈ 5 പേർ. അതിൽ 3 പേർ നീന്തിക്കയറിയിട്ടുണ്ട്. കാണാതായ 2 പേർക്ക് വേണ്ടി ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. വിവരങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ്. കനത്ത മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിൽ നാളെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾക്ക് ഉൾപ്പെടെയാണ് അവധി പ്രഖ്യാപിച്ചത്. മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും അവധി ബാധകമല്ല. എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും ദുരന്ത നിവാരണ വകുപ്പും ജില്ലാ ഭരണകൂടവും നൽകുന്ന ഔദ്യോഗിക മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്നും കളക്ടർ അറിയിച്ചു.